Okay, the development of high speed and super high speed tracks requires high speed tracks. Okay, so it is the modified traction like a diesel and electric traction instead of steam traction. Okay, so എന്താണ് ഒരു development of high speed and super speed tracks requires. So ഒരു high speed അല്ലെങ്കിൽ super speed tracksന് എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. That is high speed tracksന് എന്താണ് വേണ്ടത്? It is a modified traction like a diesel and electric traction instead of steam traction. Okay, so high speed traction വേണ്ടത് it is a modified traction like a diesel and electric traction instead of steam traction. Okay, diesel and electric traction വെച്ചിട്ടാണ് അത് മൂവ്മെന്റ് നടത്തുന്നത്. So steam traction പകരം. Okay, then modernization of present track to higher standards. Then and the modernization of the present tracks to the higher standards. Then super high speed എന്ന് പറഞ്ഞാൽ advanced traction efforts ആണ് യൂസ് ചെയ്യുന്നത്. Then track modernization. Okay, so ഇത്രയാണ് മെയിൻ ആയിട്ട് എന്തിന്റെ കേസിൽ പറയുന്നത് ഹൈ സ്പീഡ് ഓർ ദ സൂപ്പർ ഹൈ സ്പീഡ് ട്രാക്സിന്റെ റിക്വയർമെന്റ്സിൽ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് ദാറ്റ് ഈസ് അലൈൻമെന്റ്. ഓക്കെ, സോ അലൈൻമെന്റ് ദാറ്റ് ഈസ് റെയിൽവേസിന്റെ അലൈൻമെന്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബേസിക് റിക്വയർമെന്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഒക്കെയാണ് ഇനി പറയുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് അലൈൻമെന്റ് ആണുള്ളത്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ അലൈൻമെന്റ് ഉണ്ട്, ദെൻ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്. ഓക്കെ, സോ വെർട്ടിക്കൽ അലൈൻമെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഈസ് വെർട്ടിക്കൽ അലൈൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഗ്രേഡ് ചേഞ്ചസ് വരുന്നത്. ദെൻ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് കേർവ്സ് ഒക്കെ വരുന്നതാണ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ direction and the position given to the center line of the railway track on the ground is called a track alignment. Okay, so track alignment എന്ന് പറയുന്നത് എന്താണ്? That is track alignment, the direction and position given to the center line of the railway track. Okay, so railway trackന്റെ സെൻട്രൽ ലൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അലൈൻമെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സോ സെൻട്രൽ ലൈനിന്റെ ആ ഒരു പൊസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഗിവൻ ടു സെൻട്രൽ ലൈൻ ഓഫ് റെയിൽവേ. സോ റെയിൽവേസിന്റെ സെൻട്രൽ ലൈനിന് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷനെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് അലൈൻമെന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്, വെർട്ടിക്കൽ അലൈൻമെന്റ് ഉണ്ട്. സോ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഇൻക്ലൂഡ്സ് സ്ട്രേറ്റ് പാത്ത് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ എന്തൊക്കെ വരും? സ്ട്രേറ്റ് പാത്ത് വരും, ഇറ്റ്സ് വിഡ്ത്ത്, ദെൻ ഡീവിയേഷൻ, ദെൻ ഇൻ വിഡ്ത്ത് ആൻഡ് ഹൊറിസോണ്ടൽ കേർവ്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ എന്താണ് വരുന്നത്? ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്, വെർട്ടിക്കൽ അലൈൻമെന്റ് ഉണ്ട്. സോ ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്നതാണ് സ്ട്രേറ്റ് പാത്ത് വരും, ദെൻ അതിന്റെ ഇറ്റ്സ് വിഡ്ത്ത്, ദെൻ ഡീവിയേഷൻ ഇൻ വിഡ്ത്ത്, ദെൻ ഹൊറിസോണ്ടൽ കേർവ്സ് ഒക്കെ വരുന്നത് എന്തിലാണ് വരുന്നത്? ഹൊറിസോണ്ടൽ അലൈൻമെന്റിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നതാണ് വെർട്ടിക്കൽ അലൈൻമെന്റ്. ഓക്കെ, സോ വെർട്ടിക്കൽ അലൈൻമെന്റിൽ എന്താണ്? ഗ്രേഡ് ചേഞ്ചസ് ആണ് വരുന്നത്, ഗ്രേഡിയന്റ് ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, സോ ദ vertical alignment of railway tracks include changes in gradient and the vertical curves. Okay, so changes in gradient വരും, അതുപോലെ തന്നെ എന്താണ്? vertical curves വരും. Okay, then a new railway track should be aligned very carefully, as improper alignment would result either in capital loss in initial cost of construction or recurring loss in maintenance. Okay, so a new railway track should be aligned very carefully, as improper alignment would result either in capital loss in initial cost of construction or recurring loss in maintenance, then and vehicle operation cost, or both. Once a track has been aligned and constructed, it is difficult to change the alignment due to the increase in cost of adjoining land and the construction of the costly structures over railways tracks and at a specified location by the side of railway lines. ഓക്കെ, സോ നമ്മൾ ഒരു അലൈൻമെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് ഒരു അലൈൻമെന്റ് സെലക്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ സോ അലൈൻമെന്റിനനുസരിച്ച് അലൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അഡ്ജോയിനിങ് ലാൻഡ്സ് ഒക്കെ നമ്മൾ മേടിക്കും. ഓക്കെ, സോ ലാൻഡ് ഡിഫറെന്റ് ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഡിസ്ട്രോയ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം അവിടെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ എന്താണ് സോ ഹൈലി ഹെവിലി കോസ്റ്റ് ഉള്ള ലാൻഡ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ട്രാക്കിന് വേണ്ടിയിട്ട്, ആ ഒരു റെയിൽവേസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ലാൻഡ്സ് എന്ന് പറയുന്നത്. സോ അപ്പം അലൈൻമെന്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ട് അലൈൻമെന്റ് സെലക്ട് ചെയ്യണം. കാരണം ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്കൂടെ അല്ലെങ്കിൽ ഒരു ഹെവിലി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്താണ്
ഹൈ കോസ്റ്റ് ഉള്ള ലാൻഡ്സിൽ കൂടെ കടന്നു പോകാത്ത രീതിയിലുള്ള അലൈൻമെന്റ്സ് ഒക്കെ വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, സോ എ ന്യൂ റെയിൽവേ ട്രാക്ക് ഷുഡ് ബി അലൈൻഡ് വെരി കെയർഫുള്ളി ആസ് ഇംപ്രോപ്പർ അലൈൻമെന്റ് വുഡ് റിസൾട്ട്സ് ഐദർ ഇൻ ക്യാപിറ്റൽ ലോസ് ഇൻ ദ ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ ലാൻഡ് അക്വയർ ചെയ്യുന്നതൊക്കെ എന്താണ് ഇനിഷ്യൽ കോസ്റ്റിൽ വരുന്നതാണ്. ലാൻഡ് അക്വയർ ചെയ്യുന്നത്, ദെൻ കോമ്പൻസേഷൻസ് കൊടുക്കുന്നത്, സോ ലാൻഡ് ഓണേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ്ലി സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഡിസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ എന്താണ് അതൊക്കെ ഇനിഷ്യൽ കോസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, സോ അപ്പം അത് ഇനിഷ്യൽ കോസ്റ്റിനെ അഫക്ട് ചെയ്യും. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ റിക്കറിംഗ് ലോസ് ഇൻ ദ മെയിൻ്റനൻസ് ആൻഡ് വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഒരുപാട് ഗ്രേഡിയൻ ചേഞ്ചസ് ഉള്ള ഏരിയാസിൽ കൂടെയാണ് അലൈൻമെന്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരുപാട് കട്ടിങ് അല്ലെങ്കിൽ ഒരുപാട് ലെവലിംഗ് ഒക്കെ വേണമെങ്കിൽ അതും കോസ്റ്റിനെ അഫക്ട് ചെയ്യും, ഇനിഷ്യൽ കോസ്റ്റിനെ അഫക്ട് ചെയ്യും അത്. ഓക്കെ, സോ ഒരുപാട് കട്ടിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ലെവലിംഗ് ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ഗ്രേഡിയൻ ചേഞ്ചസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്സ് ഒക്കെ പ്രൊവൈഡ്, അതായത് അലൈൻമെന്റ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ മെയിൻ്റനൻസ് കോസ്റ്റ്, അത് റെയിൽവേസ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, സോ അപ്പം ഇനിഷ്യൽ കോസ്റ്റ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കുറവാകുന്നുള്ള രീതിയിൽ വേണം നമ്മൾ അലൈൻമെന്റ് എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ once the track has been aligned and constructed, it is difficult to change the alignment due to the increase in the cost of adjoining land, then and construction of costly structures over the railway tracks at a specified location by the side of railway lines. Okay, so നമ്മൾ ഒരിക്കലും എന്താണ് റെയിൽവേസിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്ത് റെയിൽവേ ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അലൈൻമെന്റ് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു റെയിൽവേ ട്രാക്ക് റെയിൽവേസ് വന്നു കഴിയുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഏരിയാസിന്റെ ഒക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഒരു റെയിൽവേ ലൈൻസ് പോയി കഴിയുമ്പം ആ ഒരു പ്രദേശം, ആ ഒരു റീജിയനിലുള്ള ഏരിയാസിന്റെ ആ ലാൻഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എന്താണ് വേറെ അലൈൻമെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, സോ അപ്പം റെയിൽവേസിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ട് വരും. ഓക്കെ, സോ അതുപോലെ തന്നെ എന്താണ് അവിടെ ഇതിന് നിയർ ബൈ ഏരിയാസിലൊക്കെ കോസ്റ്റ്ലി സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ വേറെ റൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ്ലി സ്ട്രക്ചേഴ്സിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള അലൈൻമെന്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന്റെ ഡിസ്ട്രക്ഷൻ കാരണമാവും. അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹെവി കോമ്പൻസേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സെലക്ട് ചെയ്ത അലൈൻമെന്റിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ദെൻ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് അലൈൻമെന്റ്. ഓക്കെ, ഒരു ഗുഡ് അലൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഇൻ ദ കേസ് ഓഫ് എ റെയിൽവേസ് ദ പ്രോഫിറ്റ് ഈസ് നോട്ട് ദ only objective but comfort to the passengers must be given equal importance. An ideal alignment should fulfill the following requirements. Okay, so അതിനെ കുറിച്ചാണ് ഐഡിയൽ അലൈൻമെന്റിനെ കുറിച്ചാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ ഒരു റെയിൽവേസ്, അതായത് ഇൻ ദ കേസ് ഓഫ് റെയിൽവേസ് ദ പ്രോഫിറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഒബ്ജക്റ്റീവ് ബട്ട് കംഫോർട്ട് ടു ദ പാസഞ്ചേഴ്സ് മസ്റ്റ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല ഒരു റെയിൽവേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല പാസഞ്ചേഴ്സിന്റെ കംഫോർട്ടിന് കൂടി വേണം നമ്മൾ ഒരു അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എങ്ങനെങ്കിലും ഒരു റെയിൽവേ ലൈൻസ് പ്രൊവൈഡ് ചെയ്താൽ മതി, എങ്ങനെങ്കിലും ഒരു റെയിൽവേ അലൈൻമെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി എങ്കിൽ, അതായത് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എങ്ങനെങ്കിലും ഒരു അലൈൻമെന്റ് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ പാസഞ്ചേഴ്സിന്റെ കംഫോർട്ടും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും റെയിൽവേസിന്റെ അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഗുഡ് അലൈൻമെന്റ് കൊടുത്താലാണ് ഒരു കംഫോർട്ട് സിറ്റുവേഷൻസ്, ഒരു കംഫോർട്ട് ട്രാവലിംഗ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് എന്താണ് പാസഞ്ചേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. സോ എന്നാലാണ് എന്താണ് അതിന്റെ പ്രോഗ്രസ്. സോ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വേറെ ഡിസ്റ്റൻസിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി ഗ്രേഡിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ പാസഞ്ചേഴ്സിന് അതൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ആ ഒരു റെയിൽവേ ട്രാൻസ്പോർട്ട് എന്താണ് പാസഞ്ചേഴ്സ് സെലക്ട് ചെയ്യാതെ വരും. ഓക്കെ, സോ റെയിൽവേ ട്രാൻസ്പോർട്ട് പബ്ലിക് സെലക്ട് ചെയ്യാതെ വരും. സോ അന്നേരം എന്ത് സംഭവിക്കും,
അന്നേരം എന്ത് സംഭവിക്കും? സോ ട്രാഫിക് കൂടും. സോ നിയർ ബൈ ട്രാഫിക് കൂടും. സോ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആരും യൂട്ടിലൈസ് ചെയ്യാതെ വരും. ഓക്കെ, സോ അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സിന് പ്രോഫിറ്റ് വേണ്ടി വെച്ച് മാത്രമല്ല, പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചിട്ട് മാത്രമല്ല ഒരു അലൈൻമെന്റ് സെലക്ട് ചെയ്യേണ്ടത്, എന്നാൽ പാസഞ്ചേഴ്സിന്റെ കംഫോർട്ടും കൂടെ നോക്കിയിട്ട് വേണം ഒരു അലൈൻമെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻ അലൈൻമെന്റ് ഷുഡ് ഫുൾഫിൽ ദ ഫോളോയിങ് റിക്വയർമെന്റ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പർപ്പസ് ഓഫ് ദ ട്രാക്ക്. Purpose of the track. The alignment of the track should be done keeping in view the basic purpose or the purpose it is going to serve. First is the transportation service. Transportation service. Purpose of track. Track in the main purpose എന്നൊക്കെയാണെന്നാണ് പറയുന്നത്. First is transportation services. So railways carries the passenger traffic and the goods traffic and local as well as through. Okay, so the railways carries a passenger traffic. So passengers ne alleki goods ne okke transport cheyan venditana in the utilization transportation services. So track inde main facility ennu parna endana, main purpose ennu parna transportation service. Adai goods alleki passengers ne transport cheyan vendite help cheyunu. Then next political and strategic. Adile parayunna endana, sometimes it becomes essential to construct a railway lines to convert 2 points for defense purpose, so that in the case of emergency armies within the country can be transferred from one place to another. Okay, sometimes it becomes essential to construct a railway lines to connect 2 points, so either with the neighboring countries or within the country. Okay, so neighboring countries നമ്മൾ അല്ലെങ്കിൽ കൺട്രീസിലുള്ള നെയ്ബറിംഗ് സ്റ്റേറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേസ് പ്രൊവൈഡ് ചെയ്യും. സോ for the defense purpose so that in the case of emergency army forces within the country can be transferred from one place to another. Okay, so army forces defense purpose ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ആർമി ഫോഴ്സസിനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ലിങ്കിങ് ഓഫ് സെന്റേഴ്സ്. ഓക്കെ, സോ ലിങ്കിങ് ഓഫ് സെന്റേഴ്സ് മേജർ ടൗൺസ് സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു ലോക്കൽ ഏരിയാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ എന്താണ് വേറൊരു ഏരിയയിലോട്ട് വേറൊരു ഹൈ മാർക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലിങ്കിങ് ഓഫ് സെന്റേഴ്സ്, വേരിയസ് സെന്റേഴ്സിന് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വെൻ എ റെയിൽവേ ലൈൻ ഈസ് കൺസ്ട്രക്റ്റഡ് ബേസിക്കലി ടു കണക്ട് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഫോർ പ്രൊവൈഡിംഗ് ട്രാൻസ്പോർട്ട് സർവീസ്, ഇറ്റ് മേ ബി ലിങ്കിങ് ഓഫ് 2 trade centers. In such cases, a new railway line is proposed to connect 2 trade centers. Okay, 2 trade centers തമ്മിൽ, അതായത് എന്താണ് ലോക്കൽ ഏരിയാസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തെ വേറൊരു ഏരിയാസിലും വേറെ മാർക്കറ്റ്സിലോട്ട് കൊണ്ട് എത്തിക്കണമെങ്കിൽ എന്താണ് റെയിൽവേസ് ആവശ്യമാണ്. ദെൻ വേരിയസ് ട്രേഡ് സെന്റേഴ്സിന് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എന്താണ് റെയിൽവേസ് ആവശ്യമാണ്. ഓക്കെ.